ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സെല്ലേഴ്സിൻ്റെ പവർ എന്താണെന്നുള്ളത് ഇന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിൻ്റെ പവർ എന്നുള്ള രീതിയിൽ മാത്രം വായിക്കേണ്ട ഒരു സംഗതി അല്ല അത്. ആൻഡ് ക്ലിയർലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആൻഡ് നമ്മളൊക്കെ ഒരു സെല്ലറുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് 23,000 മുതൽ അല്ലെങ്കിൽ 23,400 മുതൽ അല്ലെങ്കിൽ 24,000 മുതൽ ഈ നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് ചാനൽസ്, അതായത് ഹിന്ദി ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ന്യൂസ് ചാനൽസ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ഡേ കേൾക്കുന്ന ഒരു കാര്യമാണ് ബൈ ദ ഡിപ്പ്, ബൈ ദ ഡിപ്പ്, ബൈ ദ ഡിപ്പ് എന്നുള്ളത്. സോ ഈ ഒരു പാനിക്നെസ് 23,000 താഴെ ബ്രേക്ക് ഔട്ട് ആവുന്ന സമയം മുതലാണ് ആക്ച്വലി അവർ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് മണി കൺട്രോളിലോ മറ്റുള്ള സൈറ്റുകളിലോ ന്യൂസ് വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ ഈച്ച് ആൻഡ് എവറി ഡേ ജസ്റ്റ് ഒന്ന് എന്താണ് ഇവരുടെ ഹെഡ്ലൈൻസ് എന്നുള്ളത് നോക്കി പോകാറുണ്ട്. ഞാൻ ഇൻഡെപ്തിലേക്കൊന്നും പോകാറില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബൈ ദ ഡിപ്പ്, ബൈ ദ ഡിപ്പ്, ബൈ ദ ഡിപ്പ് എന്നുള്ളത്. അതിനകത്ത് പെട്ട് കിടക്കുന്നവർക്കെല്ലാം തന്നെ, അതായത് മന്ത്ലി ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിലും വീക്ക്ലി ഓപ്ഷൻസിലാണെന്നുണ്ടെങ്കിലും പെട്ട് കിടക്കുന്നവർക്ക് ഊരാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് മാർക്കറ്റ് മോർണിംഗിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റി. അതിൻ്റെ പ്രീമിയം ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റി. അറ്റ് ദ ലാസ്റ്റ് പോയിന്റ് അവരൊക്കെ അവരുടെ പൊസിഷൻസ് സെക്യൂർ ആക്കാൻ പറ്റുന്ന അത്രയും പൊസിഷൻസ് സെക്യൂർ ആക്കി ഇറങ്ങി മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴെ തന്നെ വന്നു. 22,950 എന്നുള്ള ലെവലിൻ്റെ തൊട്ടടുത്ത് വരെ വന്നു. 950 എന്നുള്ള ലെവലിൻ്റെ തൊട്ടടുത്ത് വരെ എന്നുള്ളതല്ല, നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 900 അല്ലെങ്കിൽ 910 എന്നുള്ള ലെവൽ വരെ ഷാർപ്പായിട്ട് ഫോൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. സോ അവർ പറഞ്ഞ് നമ്മളെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതാണ് നമ്മളുടെ എന്താ പറയുക, അല്ല കഴിഞ്ഞ ദിവസത്തെ HDFCയുടെ റിസൾട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കാണുന്ന ഒരു പരിപാടി ഇത് തന്നെയാണ്. മാർക്കറ്റ് പ്രോപ്പറായിട്ട് ആരുടെയൊക്കെയോ കയ്യിൽ കിടന്നിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ളത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനെ ഇനി ഞാൻ മാർക്കറ്റിന് തിരിച്ചു കൊടുക്കൂല എന്ന് കട്ടായം തീരുമാനിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്ന് ആക്ച്വലി നമ്മുടെ ലൈവ് ട്രേഡ് സ്റ്റാർട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു ബി ഹോണസ്റ്റ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഇന്നത്തെ ആ ഒരു ട്രേഡിൽ തന്നെ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർ കുറഞ്ഞ പെർസെൻറ്റേജ് ഉള്ളൂ. 50% ആളുകൾ അങ്ങനെ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 50% ട്രേഡ് എടുക്കാത്ത ആൾക്കാരാണ്. ആൻഡ് എടുത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണോ അതിന് ചാർജ് വരുന്നത്, അതായത് അതിനകത്ത് ജോയിൻ ആവാനായിട്ട് ചാർജ് വരുന്നത്, ഒരു സിംഗിൾ ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അതിൻ്റെ പ്രോപ്പറായിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പോയിന്റിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അതിൻ്റെ പകുതിയോ അതിൽ കൂടുതലോ അവർക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇത് എല്ലാ ദിവസവും പറ്റുമെന്നുള്ളതല്ല. നാളെ മാർക്കറ്റ് മോർണിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത് SL ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗൈൻ താഴത്തേക്ക് വരും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് എന്താക്കാൻ പറ്റും, മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഒരു പ്രൈസ് വായിക്കുമ്പം അതിൻ്റെ ബാക്കിലുള്ള സൈക്കോളജി എന്താണ്, എന്ത് സ്ട്രൈക്കിനെയാണ് ഞാൻ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് സ്ട്രൈക്കിനെ ആയിരിക്കണം നമ്മുടെ ലോജിക്കലി അവിടെ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടും ക്ലീൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് തന്നെയാണ് ആസ് എ ട്രേഡർ നമ്മൾ ഉണ്ടാക്കേണ്ട എബിലിറ്റി. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കേണ്ട എബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം വന്നേക്കാം, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഞാൻ മുകളിൽ താഴത്തേക്കുള്ള ഒരു ഫോളോ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല. എന്നെ സംബന്ധിച്ച് ചാർട്ടിൽ കാണുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണോ, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണോ, അത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഞാൻ ട്രേഡ് തപ്പിക്കൊണ്ടിരിക്കാറില്ല. എൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ട്രേഡ് അതിനകത്ത് ഞാൻ എന്താണോ എനിക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് ചിലപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. ഇന്നത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു റണ്ണവേ ഗ്യാപ്പ് നിഫ്റ്റി ബാങ്കിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഞാൻ കൺഫ്യൂസ്ഡ് തന്നെയായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഏതൊരു പോയിന്റിലും മാർക്കറ്റ് വന്നിട്ട് ആ ഒരു റണ്ണവേ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തേക്കാം എന്നുള്ള വ്യൂവിൽ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ നൗ അത് ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആ റണ്ണവേ ഗ്യാപ്പ് സ്റ്റിൽ അവിടെ പെൻഡിങ് ആണെന്നുള്ളതാണ്. സോ
എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ട്രേഡിൽ ഇനി ആരൊക്കെ എന്തൊക്കെ പുറത്തുനിന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടൂല. ഞാനൊരു മനുഷ്യനല്ലേ, നമ്മളെല്ലാവരും ഒരു എന്താ പറയുക, ഹ്യൂമൻ ബീങ്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിങ്സുകൾ ഉണ്ടാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഫീലിങ്സിൽ പെട്ടിട്ടാണ് ഇന്ന് എന്ത് സംഭവിച്ചിട്ടുള്ളത്. ഞാനിന്ന് ഇൻറ്റൻഷനലി ചോദിച്ചിട്ടുള്ളതാണ്, പോളിൽ ക്ലിയർ ആയിട്ട് ഇൻറ്റൻഷനലി ചോദിച്ചിട്ടുള്ളതാണ്, ഓവർ ട്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആർത്തി കൊണ്ട് അക്കൗണ്ട് കത്തിച്ചു എന്നുള്ളത്. അതിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് അത് വോട്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും, കുറേ ആളുകൾ അതിന് വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഹാർഷായിട്ടാണ് ആ ചോദ്യം ഉണ്ടാവുന്നത്. അതായത് മുറിവിൽ എരിവ് തേക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ എനിക്കറിയാം. ബട്ട് ഞാനത് ചെയ്യുമ്പോൾ ഇൻറ്റൻഷനലി ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഒരാളെങ്കിലും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഓക്കെ എന്നും ഞാനിത് തന്നെയാണ് ചെയ്യുന്നത്, ഇനിയെങ്കിലും ഞാൻ മാറട്ടെ എന്നൊരാളെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ആൻഡ് എല്ലാവരെയും സന്തോഷപ്പെടുത്തുക എന്നുള്ളതല്ല, മാറണമെന്ന ആഗ്രഹമുള്ള ഒരാളെ മാറ്റാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിജയം തന്നെയാണ്. ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ അങ്ങനെ തന്നെ ആലോചിക്കുന്ന ആളാണ്. ആൻഡ് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും ടോപ്പിലേക്ക് മാർക്കറ്റ് പോകും, അതായത് 49,200 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഫോള് എവിടെയായിരുന്നു എന്നറിയോ, ഈ ഒരു പോയിന്റിലായിരുന്നു, 4900 എന്നുള്ള ലെവലിലായിരുന്നു. ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് പറയുന്നത്, ക്ലിയർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് ഉച്ചക്ക് 1 മണിക്ക് എങ്ങാണ്ടല്ലേ ഞാൻ ക്ലിയർ ആയിട്ട് മൊമെൻറ്റം സ്റ്റെക്കായി ഇനി നിർത്തിക്കോ പരിപാടി എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് സിസ്റ്റം സ്റ്റോപ്പ് ലോസിനെ ഫോളോ ചെയ്തു എന്നുള്ളത്. സിസ്റ്റം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ആളുകൾ സംശയം ചോദിക്കാറുണ്ട്, എന്താണ് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. ഒന്നുമല്ല, നമ്മൾ എടുക്കുന്ന ട്രേഡിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഓക്കെ താഴെ വന്നാൽ ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിലാവരുത്. സ്റ്റോപ്പ് ലോസ് സെറ്റാക്കി വെച്ചേക്കുക, കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുക എന്നുള്ളതാണ് സിസ്റ്റം സ്റ്റോപ്പ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചതിനേക്കാട്ടിലും വലിയ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ബുക്ക് ചെയ്യാനൊക്കെ മടിയാണ്, ലോസിന് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ മടിയാണ്. അത് മാർക്കറ്റിൽ മൊമെൻറ്റം ഫെയിലിയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ടൊരു ഇൻഡിക്കേഷനാണ്, പ്രൈസ് ഒന്നെങ്കിൽ അവിടെ സ്റ്റക്ക് ആവാൻ പോവാണ്, അല്ലെങ്കിൽ റിവേഴ്സൽ സംഭവിക്കാൻ പോവാണ്. രണ്ടായി കഴിഞ്ഞാലും ആസ് എ ഓപ്ഷൻ ബയർ എനിക്ക് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ്. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ളൊരു ട്രാപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 80-90 പോയിന്റിൻ്റെ ഒരു ക്യാൻഡിൽ ഉണ്ടാവുന്നു. ആൻഡ് അതിനുശേഷം 10-20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ഷാർപ്പായിട്ട് കംപ്ലീറ്റ്ലി ഫെയിലിയറായി താഴത്തേക്ക് പോരുന്നു എന്നുള്ളതാണ്. സോ ഇനി വരും ദിവസങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ 23,150 എന്നുള്ളത്, അതായത് ഏകദേശം ഇന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ള ആ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അതും ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ലാസ്റ്റത്തുള്ള ആ ഒരു ക്ലോസിംഗ് പ്രൈസ് വരുന്നുണ്ട്, അതായത് 22,800 എന്നുള്ള ഈ ഒരു റേഞ്ച്, അതായത് ഏകദേശം ഒരു 350 പോയിന്റ്സിൻ്റെ ഒരു റേഞ്ച് വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് അവിടെ സെറ്റായിട്ടുണ്ട്. ആൻഡ് പ്രൈസിനെ വായിക്കുമ്പം ഇങ്ങനെ കൂടി വായിക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ താഴെ പോന്നിരിക്കുകയായിരുന്നു ഇന്നലെ. അതിൻ്റെ ബാക്കിലുള്ള ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല, അതൊന്നും എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നൊരു കാര്യം എന്താണ്, മാർക്കറ്റിൽ ന്യൂസ് ഞാൻ അറിയുന്നതിന് മുമ്പ് അറിയേണ്ടവർ അറിയുന്നുണ്ട്. എല്ലാ റിസൾട്ടുകളിലും നോക്കിയാലും എന്ത് പരിപാടിയിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒറ്റ പരിപാടി ഇതാണ്. സോ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല, കാട് കയറി ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഇത്ര മാത്രമേ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നുള്ളൂ. മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാർപ്പായിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ളതാണ്. 23,000 മുതൽ ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇങ്ങനെ ഷാർപ്പായിട്ട് താഴത്തേക്ക് വരുമ്പം അവിടെ എന്തുണ്ടാവും, അവിടെ സിയുടെ പ്രൈസ് കുറയും, പിയുടെ പ്രൈസ് കൂടും. സോ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ എന്താക്കാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് പിനെ സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇന്ന് മാർക്കറ്റ് എന്തായിട്ടുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, പിയുടെ പ്രൈസ് കുറയും, സിയുടെ പ്രൈസ് കൂടും. ആൻഡ് ഇന്ന് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എന്തുകൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സിനെയും സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു 2 റേഞ്ച് സെക്യൂർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? സോ ബാക്കിയുള്ള ന്യൂസോ കാര്യങ്ങളോ ഒക്കെ അവിടെ മൂലക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന പോയിന്റ്, മാർക്കറ്റ് ഫ്രം 22,800 ടു 23,150 അല്ലെങ്കിൽ 120, 130 ആ ഒരു റേഞ്ച് വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ ഓവർ കുൽസിതം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എക്സ്പയറി ആകുമ്പോഴേക്ക് എൻ്റെ കയ്യിലെ പൈസ തീരും. സോ അതുകൊണ്ട് ആദ്യമേ നമ്മൾ തീരുമാനിച്ചേക്കുന്ന പരിപാടി എന്താണ്, ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യുക. ഈ ഒരു എക്സ്പയർ തീരുന്നത് വരെ വളരെ ചെറിയ ലോട്ടിൽ ട്രേഡ് ചെയ്യുക. ബുള്ളിഷ് ആവാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ചാർട്ടിൽ കാണുന്നില്ല. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ബുള്ളിഷ് ട്രേഡ് അല്ലേ എടുത്തതെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതും ആൻഡ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതും, ഗ്രൂപ്പിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റിനെ ഫോക്കസ് ചെയ്തതിനേക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ നിഫ്റ്റി ബാങ്കിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ടല്ലേ അത് നിങ്ങൾ ആ ഒരു രീതിയിലല്ലേ ചെയ്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ AOT ഫാമിലിയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ഒരു ബുള്ളിഷ് ട്രേഡ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ
ആ ഒരു സമയത്ത് കാണുന്ന ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അതിനനുസരിച്ച് മാത്രമേ എനിക്ക് റേഞ്ചിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം എൻഡ് ഓഫ് ദ ഡേ വരുമ്പോൾ ഇന്ന് കണ്ടിട്ടുള്ളത് എന്താണോ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്താണോ അതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റാസ് ഞാൻ കൂട്ടി വായിക്കേണ്ടതുണ്ട്. സോ ഇങ്ങനെയൊക്കെ വെച്ച് വായിച്ചു നോക്കുമ്പം എൻ്റെ വ്യൂ എന്ന് പറയുന്നത് ടിൽ എക്സ്പയറി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് മാർക്കറ്റ് ഓപ്പണിംഗ് ഫ്ലാറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തതുപോലെ പിന്നെ എവിടേക്കോ പോയിട്ട് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ കഥയും സെൻറ്റിമെൻറ്റും ഒക്കെ മാറും. അപ്പോൾ നമുക്ക് അതുപോലെ നോക്കാമെന്നുള്ളതാണ്. സോ എഗെയിൻ പറയാനുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഓവറായിട്ട് അഗ്രസീവ് ആവാണ്ടിരിക്കുക മാർക്കറ്റ് ടു ബി ഫ്രാങ്ക് മാർക്കറ്റ് ഒരു ഫോൾ തന്നെയുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം 22,800 എന്നുള്ള പോയിന്റ് മാർക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എഗെയിൻ മുകളിലേക്ക് എത്തുമ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് സെല്ല് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇന്നത്തെ കേസിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസമല്ല, ഇതിന് മുമ്പത്തെ ദിവസമൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന കേസാണ്. മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോകാൻ നോക്കും, ഷാർപ്പായിട്ട് താഴത്തേക്ക് വീഴും. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞു വന്നപ്പോഴേക്ക് തൊണ്ട പറ്റിപ്പോയി. സോ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഈ തൊണ്ട പറ്റി പറയുന്നതിനൊക്കെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ എന്തായാലും നമുക്ക് ചാർട്ടിലേക്ക് പോകാം. എന്തായിരിക്കണം നാളത്തെ നമ്മളുടെ അനാലിസിസ് ഉണ്ടാവേണ്ടത്, എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ, എങ്ങനെയായിരിക്കണം നമ്മൾ ലൈവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ ചാർട്ടിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കിയിട്ട് പോകാമല്ലോ. അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഓക്കെ, ഇന്ന് മാർക്കറ്റിൽ ഷാർപ്പായിട്ട് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർ ടു നിഫ്റ്റി അത്ര ഭയങ്കര ഗ്യാപ്പ് അപ്പ് ഒന്നുമല്ല. ബട്ട് ഇന്നത്തെ നമ്മളുടെ പിന്നെ ലൈവ് മാർക്കറ്റിൽ ഡിസ്കഷൻ എന്താ ഉണ്ടായിട്ടുള്ളത് നോക്കാം നമുക്ക്. സോ ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് ചാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ചാർട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ദ അപ്പർ സൈഡ് ഈ ഒരു ലെവലൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ലെവലിലെ താഴത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ എനിക്ക് തോന്നുന്നില്ല, നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ ക്ലോസോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് നിഫ്റ്റിയിൽ മുകളിലേക്കുള്ള ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അറ്റ് ദ സെയിം ടൈം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും ഒരുമിച്ച് നോക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് SL വരാനുള്ള ചാൻസ് കുറവാണ്. ആൻഡ് അതല്ലാന്നുണ്ടെങ്കിലും ചെറിയൊരു SL വന്നിട്ടുണ്ട്. റിയാലിറ്റിയാണ്, അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഞാൻ എവിടെയാണ് ലെവൽസ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഇവിടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. ആൻഡ് ചാർട്ട് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ കട്ടായി പോകും. സോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 610 ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബാക്കി സോ ഓൺ സോ ഫോർ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതാണ് സ്ട്രൈക്കിനെ വാച്ച് ചെയ്യുന്നത് നടക്കാം. ഇത് നമ്മുടെ ലൈവ് ട്രേഡിൻ്റെ ഗ്രൂപ്പാണ്. ആൻഡ് ആ ഗ്രൂപ്പിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കേസാണ്. ആൻഡ് ഇവിടുന്ന് 610 എന്ന് പറഞ്ഞ പോയിന്റ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലൊക്കെയാണ്. 610 ഈ ഒരു ക്യാൻഡിലാണ് അതിന് എലിജിബിൾ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ. ആൻഡ് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഷാർപ്പായിട്ടുള്ള അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് നല്ലൊരു മൊമെൻറ്റം നമുക്ക് ആ ഒരു ഇനീഷ്യൽ മൂവ് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുള്ള മൂവായിരുന്നു. കാരണം ഇത്രയും ഭയങ്കര ഗ്യാപ്പ് അപ്പ് വന്നതുകൊണ്ട് എന്തായാലും ഇനീഷ്യലി ഒരു പുഷ് മുകളിലേക്ക് ഉണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റിൽ താഴത്തേക്കുള്ളൊരു ഫോൾ ഞാൻ പ്രതീക്ഷിച്ചത്. ആൻഡ് ആ ഒരു ഫോളും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ടു ബി ഫ്രാങ്ക് ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ആയിരുന്നു. ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് എത്തിയപ്പം ഇവിടുന്ന് മാർക്കറ്റ് കൊളാപ്സ് ആവും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ വ്യൂ ഉണ്ടായിരുന്നത്. ആൻഡ് ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ പോലും ഒരു റൗണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഫോളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രീമിയം അത്യാവശ്യം നല്ല താഴത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇനി അഗെയിൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 48,750 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 48,750 ആൻഡ് 48,750 എന്നുള്ള ലെവലും ഓൺ ദ അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ 49,200 എന്നുള്ള ലെവലുമാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചസ്, ഈ ഒരു റേഞ്ചിൽ എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ റൺവേ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. ബട്ട് എന്നാൽ പോലും മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാൻ നോക്കി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. ആൻഡ് ആ ഫോൾ ലാസ്റ്റായിട്ട് കറക്റ്റായിട്ട് എൻഡ് ആയിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ കൂടിയാണ്. സോ ഈ ഒരു രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ലെവലിൽ നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ഗോസ് അപ് ടു 49,230 എന്നുള്ള ലെവലിനാണ്. സോ 49,230 ഓൺ ദ ലോവർ സൈഡ് 48,750. സോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അഗ്രസീവ് ആവാൻ പറ്റാത്ത റേഞ്ചാണ്. കാരണം ഇനി നമ്മളുടെ വരാൻ പോകുന്ന എക്സ്പയറി എന്ന് പറഞ്ഞാൽ 30-ാം തീയതിയാണ്. 30-ാം തീയതി മന്ത്ലി എക്സ്പയറിയാണ് വരാൻ പോകുന്നത്.
സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ ഓവർ കുത്സിതം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ ഉള്ളത്. ആൻഡ് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യുന്ന ടാർഗറ്റുകൾ ഈ കാണുന്ന ടാർഗറ്റുകളൊക്കെയാണ് 750 താഴെയായിട്ട് 530 ആൻഡ് 300 ആൻഡ് അതിനുശേഷം 48,115 ആൻഡ് അതിനുശേഷം ഈ ഒരു പിന്നെ 975 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് 47,925 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ആൻഡ് 475 ആൻഡ് അതിനുശേഷം വരികയാണെന്നുണ്ടെങ്കിൽ 600 ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയിൽ ബ്രോഡർ ലെവലായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്നും ഈ ഒരു 2 ലെവലാണ്. ഈ ഒരു ലെവലിനുള്ളിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക. നമുക്ക് ട്രേഡുകൾ വന്ന് നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാം, ബട്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മുടെ ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 920 എന്നുള്ള ലെവലാണ്. 22,920 എന്നുള്ള ലെവലാണ്. 22,920 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ഈ ഒരു ലെവലിനെയാണ്. 2320 എന്നുള്ള ലെവൽ കൂടിയാണ്. സോ ഈ ഒരു 2 റേഞ്ചിലാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റുകളായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. 2375 അതിനുശേഷം 23,140 എന്നുള്ള ലെവലായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ 850 എന്നുള്ളതായിരിക്കും. ആൻഡ് അതിനുശേഷം വരാൻ പോകുന്ന ലെവൽ 800 എന്നുള്ള ലെവലായിരിക്കും. 800 ലെവലിൻ്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള അഗെയിൻ ഫോൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ടാർഗറ്റുകളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. നല്ലൊരു മൂവ് താഴത്തേക്ക് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ 2 ലെവലിനെയാണ്. അതായത് 22,750 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ അപ്പർ സൈഡ് 22,900 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. സോ ഈ 2 ലെവലിനായിരിക്കും ഞാൻ നാളത്തേക്ക് എന്നുള്ളതല്ല എക്സ്പയറിയിലേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഈ 2 ലെവൽസാണ്. 630 ആണ് ഓൺ ദ ലോവർ അപ്പർ സൈഡ്. 750 760 എന്നുള്ള ലെവലാണ്. HDFC ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് ബേസ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. പ്രീവിയസ്ലി ഉള്ള സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആയിട്ടുള്ള പോയിന്റാണ് 1666. ആ ഒരു ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ പിന്നെ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ നല്ലൊരു ഫോളോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് എഗെയിൻ ഒന്ന് മുകളിലേക്ക് ട്രാപ്പ് ആക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ചെറിയൊരു സെലാഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റി. 1240 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. ആ ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 1895 എന്നുള്ള ലെവലാണ്. 1895ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് ഇൻടാക്റ്റ് ആയിരിക്കും. ആൻഡ് ആക്സിസ് ബാങ്ക് നല്ല രീതിയിലൊന്ന് പിന്നെ എഗെയിൻ HDFC ബാങ്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ആക്സിസ് ബാങ്ക് മോർ ദാൻ HDFC നല്ല രീതിയിലൊന്ന് പുഷ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ 980 എന്നുള്ള ലെവലിൽ നമുക്ക് അവിടെ വാച്ച് ചെയ്യാം. 980 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയ വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് TCSലേക്ക് ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 18,958 എന്നുള്ളതാണ്. 1858ൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു പിന്നെ വീക്ക്നെസ് ടെറിട്ടറിയിലാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ 4,075 എന്നുള്ള ലെവലിൽ നമുക്ക് TCSൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്ന് ട്രേഡ് ചെയ്തോട്ടെ. ഓവർ അഗ്രസീവ് ആവാൻ നിൽക്കരുത്. ആൻഡ് 4,000 ആണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത്. ആൻഡ് റിലയൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ മുകളിലൊന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാണാൻ പറ്റി. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ആ ഒരു സെല്ലിങ് വന്ന കൂട്ടത്തിൽ എല്ലായിടത്തും ഇവിടെയും വന്നിട്ടുണ്ട്. സോ നമ്മളൊരു ലെവലിൽ ഒന്ന് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരക്കാം. 1245 എന്നുള്ള ലെവലിനെ വായിക്കാം. 1245ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നെസ് തന്നെയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എഗെയിൻ നമ്മുടെ ലൈവ് ട്രേഡ് സെഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓവർ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.